മലേഷ്യയിലെ 6-ാമത്തെ ദിവസം റോബർട്ട്സൺ ബുക്കിംഗ് ബിങ്താങ്ങിലാണ് താമസം. രാവിലെ തന്നെ എഴുന്നേറ്റ് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം 2-ാമത്തെ പൂൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തു, കുറച്ച് റീൽസൊക്കെ എടുത്തു. അതിനുശേഷം നേരെ പോയത് ബർജായ ടൈം സ്ക്വയറിലേക്കാണ്. ബർജായ ടൈം സ്ക്വയർ ഒരു ഫുള്ളി എൻ്റർടൈൻമെൻറ്റ് മാളാണ്. പ്രത്യേകിച്ച് ഇവർ കിഡ്സിനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ നിരവധി ഫുഡ് സ്പോട്ടുകളും ഷോപ്പിംഗ് മാർക്കറ്റുകളുമുണ്ട്. കുട്ടികളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് മലേഷ്യയിൽ ഈ ബർജായ ടൈം സ്ക്വയർ. പിന്നെ ഫുഡിൻ്റെ സമയമായപ്പോൾ നേരെ അവിടെ തന്നെയുള്ള ഒരു അറബിക് ഒത്തൻറ്റിക് ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലിൽ കയറി. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ബർജായ ടൈം സ്ക്വയറിലെ ഒരു ഇൻഡോർ തീം പാർക്കാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു തീം പാർക്കാണിത്. കൊലാലംപൂരിലെ തന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഏറ്റവും തിരക്കുള്ള തീം പാർക്കാണിത്. ബർജായ ടൈം സ്ക്വയറിൻ്റെ എൻട്രൻസിലേക്ക് തിരിച്ചു വന്ന് നമ്മൾ നെക്സ്റ്റ് ഗ്രാബ് ബുക്ക് ചെയ്തു. അടുത്തതായി നമ്മൾ പോകുന്നത് മലേഷ്യയിൽ ന്യൂലി ഓപ്പൺ ആയിട്ടുള്ള ഒരു ലക്ഷറി മാളിലേക്കാണ്. TRX എക്സ്ചേഞ്ച് മാൾ.
TRX എക്സ്ചേഞ്ച് മാൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള മാളുകളേക്കാളെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് ഇവിടെ. കൂടാതെ ഈ മാളിൻ്റെ വേറൊരു പ്രത്യേകത, ഇതിൻ്റെ മുകളിലത്തെ ഒരു നില മുഴുവനായിട്ട് ഫോറസ്റ്റ് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നാച്ചുറലായിട്ടുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു മാളിൻ്റെ മുകളിലാണ് എന്ന് തോന്നാത്ത വിധം അത്രയും മരങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നടക്കുന്നത് TRX മാളിൻ്റെ മുകളിലത്തെ ടെറസിലൂടെയാണ്. ഈ മാളിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് ഇത്രയും മരങ്ങളൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. വളരെ ഭംഗിയും നീറ്റിലുമാണ് ഇതിൻ്റെ മുകളിൽ മരങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പുതുതായിട്ടുള്ള മരങ്ങളുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം TRX മാളിനുള്ളിൽ തന്നെയുള്ള ജെൻറ്റിൽ മോൺസ്റ്ററിൽ കയറി കുറച്ച് ഗ്ലാസ്സുകളൊക്കെ ട്രൈ ചെയ്തു. കുറച്ച് വീഡിയോസും റീൽസും ഒക്കെ എടുത്തു. എല്ലാവരും ഇവിടെ വരുന്നത് ഈ ഗ്ലാസ്സുകൾ ട്രൈ ചെയ്യാൻ മാത്രമാണ്. ആരും വാങ്ങുന്നത് കണ്ടില്ല. അവസാനം ഗ്ലാസ്സുകളൊക്കെ ഊരിക്കൊടുത്ത് അവിടെ നിന്നും ഞങ്ങൾ നേരെ പോയത് KL ടവറിലേക്കാണ്. KL ടവറിൻ്റെ മുന്നിൽ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തു. KL ടവറിൻ്റെ മുകളിലേക്കൊന്നും കയറിയില്ല. ഞങ്ങളുടെ Airbnb-യിൽ നിന്ന് അത്യാവശ്യം നല്ല വ്യൂ ഉള്ളതുകൊണ്ട് KL ടവറിലേക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുത്തില്ല. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് തിരിച്ചു പോയി. കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം നേരെ പൂളിലേക്ക് പോയി. റോബർട്ട്സണിലെ രണ്ടാമത്തെ പൂളാണിത്. ഇത് അത്യാവശ്യം വിശാലമായ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പൂളാണ്.
റോബർട്ട്സൺ രണ്ട് സ്യൂട്ട്സ് ആയിട്ടാണുള്ളത്. നോർത്ത് സ്യൂട്ട്സും സൗത്ത് സ്യൂട്ട്സും രണ്ട് ബ്ലോക്കുകളാണ്, ഒരുപാട് നിലകളുള്ള രണ്ട് ബ്ലോക്കുകളാണ്. അതിൻ്റെ ഒരു നിലയിലാണ് ഈ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു നിലയിലാണ് ഈ പൂൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പൂൾ ടൈമിന് ശേഷം എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. റോബർട്ട്സൺ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെയുള്ള കുറച്ചധികം ഫുഡ് സ്പോട്ടുകളുണ്ട് അവിടെ. അവിടെ പോയി ഫുഡ് ഓർഡർ ചെയ്തു. അത്യാവശ്യം നല്ല ടേസ്റ്റി ഫുഡ് സെർവ് ചെയ്യുന്ന ഒരു സ്പോട്ടാണിത്. ഫുഡിന് ശേഷം നേരെ ഹോട്ടലിലേക്ക് തിരിച്ചു വന്നു. കുറച്ച് നേരം താഴെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ റൂമിലേക്ക് പോയി. ഇത് നമ്മുടെ എയർബിഎൻബിയിലെ റൂമിൻ്റെ ബാൽക്കണിയാണ്. കുറച്ചു നേരം കോലാലംപൂർ സിറ്റിയുടെ നൈറ്റ് വ്യൂ നോക്കി അങ്ങനെ ഇരുന്നു.